നമസ്തേ, ഞാൻ ശിവൻ, പാല ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 നമുക്ക് ലഭിച്ച മാർക്കിനനുസരിച്ച് MBBSനും BDSനും അപ്പുറത്ത് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുകൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET 2025 പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ നടപടികളും ആരംഭിച്ചിരിക്കുന്നു. രണ്ടും രണ്ട് വെബ്സൈറ്റുകളാണ്. ആദ്യം കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റുകളെക്കുറിച്ച്. നീറ്റ് 2025 മാർക്കിനനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ റിസർവേഷൻ്റെയും കേരള മെഡിക്കൽ റാങ്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജ് 4 അഗ്രികൾച്ചർ കോളേജുകളിലെ 85% സീറ്റുകളും, വെറ്റിനറിയുടെ 2 കോളേജുകളും, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി അങ്ങനെ 11 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയാണ് ഓപ്ഷനുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ICARcounseling.com എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിനും ഫിഷറീസ്, ഫോറസ്ട്രി, സെറികൾച്ചർ, ബയോടെക്നോളജി, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് പോലെയുള്ള 13 പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചും. MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് mcc.nic.in എന്ന വെബ്സൈറ്റിലും ആരംഭിച്ചിരിക്കുന്നു. MBBSനും BDSനും അപ്പുറത്ത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ICARൻ്റെ സൈറ്റ് വഴിയും, അതോടൊപ്പം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയും ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ഓപ്ഷനുകൾ സമർപ്പിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഏക നോട്ടിഫിക്കേഷൻ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റാണ് VCI അഡ്മിഷൻസ്. അതും ഈ ആഴ്ച ആരംഭിക്കുന്നതാണ്. വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഗവൺമെൻറ് മേഖലയിലെ കോളേജുകളുടെ 15% സീറ്റുകളും ഡീംഡ് കോളേജുകളുടെ സീറ്റുകളുമാണ് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് വഴി ഫില്ല് ചെയ്യുന്നത്. അത് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് താനും. jipmer.edu.in എന്ന വെബ്സൈറ്റ് വഴി ജിപ്മർ മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗിൻ്റെയും അലൈഡ് ഹെൽത്ത് കോഴ്സുകളുടെയും ഓപ്ഷൻ രജിസ്ട്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നു. അത് 22 തീയതി വരെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ICARൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇനിയും ആരംഭിച്ചിട്ടില്ല. ആദ്യം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള രജിസ്ട്രേഷനാണ് ICARcounseling.com വഴി 8 തീയതി വരെ നടക്കുന്നത്. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. സെപ്റ്റംബർ 10 തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഈ അലൈഡ് കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവസരം. നിലവിൽ MBBSൻ്റെയും BDSൻ്റെയും ആദ്യഘട്ട അലോട്ട്മെൻറ്റ് മാത്രം നടന്നിരിക്കുന്നതിനാൽ അതിൻ്റെ ഏത് മേഖലയിൽ നിന്നും ഈ അലൈഡ് കോഴ്സിലേക്ക് മാറുവാനുള്ള അവസരവും ഈ ആദ്യഘട്ടത്തിലുണ്ട്. ഉദാഹരണത്തിന് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഒരു BDS പ്രവേശനം അഡ്മിഷൻ എടുത്തു നിൽക്കുന്ന ഒരു കുട്ടിക്ക് കേരളത്തിലെ അലൈഡ് കോഴ്സുകൾ അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ ആയുർവേദത്തിനോ ഹോമിയോ ഒക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം BDSൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങി ഈ അലൈഡ് കോഴ്സിൽ പ്രവേശനം ഉറപ്പാക്കാം. BDSൻ്റെയൊക്കെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും സ്വാഭാവികമായിട്ടും മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്ക് മാറുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മെഡിക്കൽ അലൈഡ് കോഴ്സിൽ ഓപ്ഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ കൊടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വർഷം അതിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ ബാക്കി എല്ലാ നിയമവശങ്ങളും ഇവിടെയും പ്രാവർത്തികമാണ്. അതായത് നമുക്ക് ഈ അലോട്ട്മെൻറ്റ് വഴി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ 11 കോഴ്സുകൾക്കാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം. ഈ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോയും ഫിഷറീസും ഫോറസ്ട്രിയും ഏതൊക്കെ കോഴ്സിനാണോ മിനിമം ഒരു കുട്ടിക്ക് ഈ അധ്യയന വർഷം പ്രവേശനം നേടണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളുടെ ഒരു മുൻഗണനാക്രമം, കോളേജിൻ്റെയും കോഴ്സിൻ്റെയും അനുസരിച്ചുള്ള ഒരു മുൻഗണനാക്രമം ഇപ്പോൾ ഈ 10 തീയതി വരെയാണ് കൊടുക്കാനുള്ള ഏക അവസരം. ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3യിൽ പിന്നീട് ഒരിക്കൽ പോലും ഈ കോഴ്സുകൾക്ക് പുതിയതായി
ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ആ കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ 3-ാം ഘട്ടം വരെ കോഴ്സിന് അപ്ഗ്രേഡ് ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. പക്ഷേ പുതിയതായി അഗ്രികൾച്ചറോ വെറ്റിനറിയോ ആയുർവേദമോ ഒന്നും ആഡ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് മിനിമം ഈ അധ്യയന വർഷം ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർ മാക്സിമം ഓപ്ഷനുകൾ ഫില്ല് ചെയ്യേണ്ടതാണ്. 10-ാം തീയതി വൈകുന്നേരം 4 മണി വരെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി നടക്കുന്ന കോഴ്സുകൾ ആയുർവേദം BAMS, അതുപോലെ തന്നെ സിദ്ധ BSMS, ഹോമിയോപ്പതി BHMS, യുനാനി BUMS, BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി BTech ബയോടെക്നോളജി, വെറ്റിനറി, ഫിഷറീസ് ഇങ്ങനെയുള്ള 11 പ്രോഗ്രാമുകൾക്കാണ് കുട്ടികൾക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഏക അവസരം. അതുപോലെ തന്നെ ഓപ്ഷനുകൾ സമർപ്പിക്കാനായി 10-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി അവസരമുണ്ടായിരിക്കുന്നത്. 11-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റും 12-ാം തീയതി അന്തിമ ഫലവും പ്രസിദ്ധീകരിക്കും. 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ കോളേജിൽ ചെന്ന് മുഴുവൻ ഫീസും അടച്ച് സർട്ടിഫിക്കറ്റും കൊടുത്ത് അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടാവും. ഉദാഹരണത്തിന് ഒരു കുട്ടി അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോവും ഉൾപ്പെടെയുള്ള നിരവധി ഓപ്ഷനുകൾ സമർപ്പിച്ചിരുന്നു. ഹോമിയോയ്ക്കാണ് അലോട്ട്മെൻറ്റ് വന്നതെങ്കിലും നിർബന്ധമായും മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൽ നിലനിൽക്കണമെങ്കിൽ ആ കോളേജിൽ പോയി നിശ്ചിത സമയത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കണം. ഒരു കോളേജ് അലോട്ടഡ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ പൂർണ്ണമായിട്ടും മെഡിക്കൽ അലൈഡ് കോഴ്സിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. ആയുർവേദത്തിന് ഗവൺമെൻറ് മേഖലയിൽ ഏതാണ്ട് 13,230 രൂപ വാർഷിക ഫീസും ഹോമിയോയ്ക്ക് 1,260 രൂപ വാർഷിക ഫീസും, അഗ്രികൾച്ചറിന് 24,000 രൂപയും, ഫോറസ്ട്രി, അതുപോലെ തന്നെ വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്നിവയ്ക്ക് 24,000 രൂപയുമാണ് വാർഷിക ഫീസ്. എന്നാൽ ബയോടെക്നോളജിക്ക് 33,000 രൂപയും ഫോറസ്ട്രിക്ക് 19,000 രൂപയുമായിരിക്കും വാർഷിക ഫീസ്. ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഏതാണ്ട് 2,10,000 അടുത്താണ് ഫീസ്. അത് സിദ്ധയിൽ വരുമ്പോഴേക്കും 1,98,000, BUMSന് യുനാനിക്ക് 2,09,000 രൂപയും. 15% മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് മറ്റൊരു ഫീസും ആണ് 3,15,000 രൂപ. എന്നാൽ SC, ST, അതുപോലെ തന്നെ ധീവര, OEC വിഭാഗങ്ങൾ, KU, KN വിഭാഗങ്ങൾ ട്യൂഷൻ ഫീസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ തുക മാത്രം അഡ്മിഷൻ ഫീസായി അടച്ചാൽ മതിയാകും. ഓരോ കോഴ്സിലുമുള്ള കോളേജുകളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഹോമിയോ, ആയുർവേദം, അത് ആയുർവേദത്തിന് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവേശനമുണ്ട്. ഹോമിയോയ്ക്കൊക്കെ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ കോളേജുകളുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള മുഴുവൻ കോളേജുകളുടെയും ലിസ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടിയില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതും ആ സ്ട്രീമിൽ നിന്ന് തന്നെ നമ്മളെ പുറത്താക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ വിവിധ കാരണങ്ങളാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തവർക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ 10-ാം തീയതിക്ക് മുമ്പിൽ നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വെറ്റിനറിക്ക് കേരളത്തിൽ 2 കോളേജുകളാണ് ഉള്ളത്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണൂത്തി തൃശ്ശൂർ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം 4,075 വരെയും, ഈഴവ 5,330, മുസ്ലിം 5,031, ലാറ്റിൻ കാത്തലിക്സ് 8,627, അങ്ങനെ വിവിധ കാറ്റഗറികളനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കേരള 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും ലഭ്യമാകും. എന്നാൽ വയനാട് പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ 5,313 വരെ, ഇത് 2ാം ഘട്ട അലോട്ട്മെൻറ്റാണ്. ഇതിനുശേഷം 3ഉം 4ഉം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുകയുമുണ്ടായി. ഇതാണ് വെറ്റിനറിയുടെ 2 കോളേജുകൾ. അഗ്രികൾച്ചറിന് കേരളത്തിൽ 4 കോളേജുകളാണുള്ളത്. 4 കോളേജുകളിലുമായിട്ട് 3 റൗണ്ട് അലോട്ട്മെൻറ്റുകൾ നടന്നപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ 10,000 റാങ്ക് വരെയുള്ളവർക്കും, ഈഴവ റിസർവേഷനിൽ 13,000 റാങ്ക് വരെയുള്ളവർക്കും, മുസ്ലിം റിസർവേഷനിൽ 12,800 റാങ്ക് വരെയുള്ളവർക്കും പ്രവേശനം ലഭിക്കുകയുണ്ടായി BSc അഗ്രികൾച്ചറിന്. നമുക്കറിയാം
CUET വഴിയും ഇവിടെ 15% പ്രവേശനം ലഭ്യമാകും. ബയോടെക്നോളജിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 13,624 വരെയും കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് 22,000 വരെയും ഫിഷറീസിന് 15,828 പനങ്ങാടും 18,162 പയ്യന്നൂരിലുള്ള പുതിയ ക്യാമ്പസിലും പ്രവേശനം ലഭിച്ചു. ഫോറസ്ട്രിക്ക് 15,512 വരെയും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിന് 18,000 വരെയും പ്രവേശനം ലഭിച്ചു. മൂന്നാം ഘട്ടത്തിൽ BHMS ഹോമിയോയ്ക്ക് 5 ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളാണുള്ളത്. അതിൽ 17,000 റാങ്ക് വരെയുള്ളവർക്കും സ്റ്റേറ്റ് മെറിറ്റിൽ മൂന്നാം ഘട്ടത്തിൽ പ്രവേശനം ലഭ്യമായിട്ടുണ്ട്. ആയുർവേദത്തിന് ഗവൺമെൻറ് മേഖലയിൽ 5 കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 10ഓളം കോളേജുകളാണുള്ളത്. അതിൽ 13,000 റാങ്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറ് മേഖലയിലും ഏതാണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികൾക്കും 37,000 റാങ്ക് വരെയുള്ളവർക്കും സ്വകാര്യ മേഖലയിലും ആയുർവേദത്തിന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. BUMSന് 37,966 വരെയും BSMSന് 37,678 വരെയും പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. നീറ്റ് 2025 എക്സാം എഴുതുകയും മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ അവസരമാണ് കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഈ അലോട്ട്മെൻറ്റ്. ഒരു ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന മെഡിക്കൽ ആസ്പിരൻസിന് അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോയും ഫിഷറീസും ഫോറസ്ട്രിയും ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള കോഴ്സുകൾക്ക് ഏറെ ആശ്വാസകരമാണ്. ഒരു ഗവൺമെൻറ് പ്രൊഫഷണൽ കോളേജുകളിൽ തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അതിനുശേഷം ഹയർ സ്റ്റഡീസ് വഴിയൊക്കെ തങ്ങളുടെ കരിയറിന് അനുയോജിച്ച ഏറ്റവും നല്ല മേഖലയിലോട്ട്, അതിനല്ലെങ്കിൽ UPSC പോലെയുള്ള ഏറ്റവും വലിയ മേഖലകളിലോട്ടൊക്കെ പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ഇവിടെ അവസരമുണ്ട്. തീർച്ചയായിട്ടും നീറ്റ് 2025 എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ കൃത്യമായിട്ട് പഠിക്കുകയും അതിൻ്റെ സിലബസിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ തുടർ നടപടികളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.